Hello everyone, welcome to Lecture 1 of Calicut University 5th semester MTS 5 B06 Basic Analysis അല്ലെങ്കിൽ Real Analysis paper. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 1 ആണ് പഠിക്കാൻ പോകുന്നത്. അതിലെ സെക്ഷൻ 1.3 ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 സിലബസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് സെക്ഷനായ 1.3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്, കൗണ്ടബിലിറ്റി, അതിൻ്റെ ഡെന്യൂമറബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ബേസിക് കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സെറ്റ് എന്നാണ് ഈ ഒരു സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റ് എന്താണെന്നുള്ളതും സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റോസ്റ്റർ ഫോമിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമായിരിക്കും സെറ്റിലെ വാല്യൂസ്. അതേപോലെ സെറ്റ് ബിൽഡർ ഫോമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സച്ച് ആസ് ലെറ്റ്സ് സേ സെറ്റ് ഫോർ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എൻ ഈവൻ നമ്പർ. ഇങ്ങനെ നമ്മൾ എഴുതുന്ന കേസിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ഓഫ് എ സെറ്റ് നമ്മൾ പറയും അല്ലേ. ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. സോ സെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാം. സെറ്റിൻ്റെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫങ്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കും നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു റിലേഷനെ നമ്മളെപ്പോഴാണ് ഫങ്ഷൻ എന്ന് പറയുക? നമുക്കിപ്പോൾ രണ്ട് സെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എ ആൻഡ് ബി രണ്ട് സെറ്റ് ഉണ്ടെന്ന് കരുതുക. ഇതിൽ സം 1 2 3 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ 1 2 2 എലമെൻ്റ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു റിലേഷൻ എഫിനെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്, എഫ് ഫ്രം എ ടു ബി. ഇതിനെ നമ്മൾ എപ്പോഴാണ് ഫങ്ഷൻ എന്ന് പറയുക? ഈ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിലും ബി എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഒരു ഇമേജിനെ എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് എനിക്കിതിനെ ഫങ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുക അല്ലേ. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ റിലേഷൻ. ഇതൊരു ഫങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും അപ്പുറത്തൊരു ഇമേജ് ഉണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. ഇവിടെ ഇപ്പോൾ ഞാൻ 3നെ എങ്ങോട്ടും മാപ്പ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് എ ഫങ്ഷൻ. ഓക്കെ, ഇതൊരു ഫങ്ഷൻ ആവണമെങ്കിൽ എന്താവണം? ഈ 3നെ ഞാൻ ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യണം. ഓക്കെ ആണോ? സോ ഇവിടെ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ പറ്റും എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1, എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെ ഈ ഡൊമെയിനിലുള്ള എല്ലാ വാല്യൂസിനും അപ്പുറത്ത് എനിക്കൊരു ഇമേജ് കാണാൻ പറ്റണം. അങ്ങനത്തെ കേസസിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയാം. ഈ ഫങ്ഷനിൽ തന്നെ നിങ്ങൾ രണ്ട് കേസസ് പഠിച്ചിട്ടുണ്ടാവും. 1 ഫങ്ഷനും ഓൺ ടു ഫങ്ഷനും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എപ്പോഴാണ് നമ്മളൊരു ഫങ്ഷനെ 1 അല്ലെങ്കിൽ ഓൺ ടു എന്ന് പറയുക? ഇപ്പോൾ ഈ കേസിൽ തന്നെ ഇപ്പം ഞാൻ ഈ കേസിൽ തന്നെ ഈ ഫങ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഇപ്പം എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. എയിൽ 3 എലമെൻറ്റ്സാണ് കാണുന്നത്, 1 2 and 3. ആൻഡ് അവരുടെയൊക്കെ ഇമേജസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, 1 ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ, അതായത് എയിലെ ഒരു എലമെൻറ്റിനെ മാത്രമേ ഞാൻ ബിയിലെ ഒരു എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1നും 2നും ഒരേ ഇമേജാണ് വരുന്നത് അല്ലേ. ഇങ്ങനത്തെ കേസസിനെ നമ്മൾ ആക്ച്വലി മെനി വൺ ഫങ്ഷൻ എന്നാണ് പറയുക. അതായത് ഇവിടെ മെനി ഉണ്ട്, അതിനെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നുള്ള സെൻസ്. ഓക്കെ ആണോ? ഒരുപാട് എണ്ണത്തിനെ ഒരൊറ്റ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന കേസ് എന്നുള്ള പോലെ പറയാം. ഓക്കെ, അത് മെനി വൺ ഫങ്ഷനാണ്. ഇനി ഇതിനെ തന്നെ ഞാൻ തിരുത്തുകയാണ്. ഇവിടെ ഞാൻ ഒരു എലമെൻറ്റിനെയും കൂടി ആഡ് ചെയ്യുകയാണ്. ബിയിൽ ഞാൻ ഒരു എലമെൻറ്റിനെയും കൂടി ആഡ് ചെയ്തു 3 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് 1നെ ഞാൻ 3ലേക്ക് മാപ്പ് ചെയ്തു. ഓക്കെ, 1ലേക്ക് മാപ്പ് ചെയ്യുന്നതിന് പകരം 3ലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയില്ലേ. ഇപ്പോൾ 1 എന്ന് പറയുന്നതിന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട് 3 എന്ന് പറഞ്ഞിട്ട്, 2 എന്ന് പറയുന്നതിന് 1 എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്, ആൻഡ് 3 എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് കാണാം എല്ലാ എലമെൻറ്റിനെയും അപ്പുറത്തെ ഒരൊറ്റ സിംഗിൾ എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് എ 1 ഫങ്ഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ വേറെ തരത്തിലും പറയും. ഇഫ് x1 ഇസ് ഈക്വൽ ടു x2 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നുള്ള കേസിലാണ് നമ്മളിതിനെ 1 ഫങ്ഷൻ എന്ന് പറയുക എന്നുള്ള പോലെ നിങ്ങൾ ഡെഫിനീഷൻ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ x1 നോട്ട് ഈക്വൽ ടു x2 ആവുന്ന കേസിൽ ഫങ്ഷൻ വാല്യൂ നോട്ട് ഈക്വൽ ആയിരിക്കണം. സോ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഞാനിപ്പം ഈ വരച്ച് പറഞ്ഞത് കേട്ടോ. ഇനി ഇത് തന്നെ ഓൺ ടു ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇപ്പം ഞാൻ എഫ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എടുത്തു. എ നിന്ന് ബിയിലേക്ക് ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 വാല്യൂ എടുത്തു. ബി എന്ന് പറഞ്ഞ സെറ്റിൽ ഞാൻ 1 2 3 4 വാല്യൂ എടുക്കുകയാണെന്ന് കരുതുക.
1നെ ഞാൻ 1ലേക്ക് മാപ്പ് ചെയ്തു, 2നെ 2ലേക്ക് മാപ്പ് ചെയ്തു, 3നെ 3ലേക്ക് മാപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് നോക്കിയേ, ദിസ് ഇസ് എ ഫംഗ്ഷൻ അല്ലേ, കാരണം ഡൊമൈനിലുള്ള എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും അപ്പുറത്തൊരു ഇമേജ് ഉണ്ട്. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ. ആൻഡ് ഇത് 1 1 ആണോ എന്ന് നോക്കിയേ, നമുക്ക് നോക്കാം. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ആണ്, എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2 ആണ്, എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 3 ആണ്. എല്ലാം യൂണീക്ക് അല്ലേ. 1 ഇസ് ഈക്വൽ ടു 2 ആവുമ്പോൾ, സോറി, ഇതിൽ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് നമ്മൾ എടുക്കുമ്പം അപ്പുറത്ത് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആവുന്നുണ്ട്. യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദിസ് ഇസ് എ 1 1 ഫംഗ്ഷൻ എന്ന് എനിക്ക് പറയാം. ഇനി അത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കോഡൊമെയിൻ എടുക്കും. അതായത് ബി എന്ന് പറഞ്ഞ സെറ്റ് എടുക്കും. യു നോ ദിസ് റൈറ്റ്, ദിസ് ഇസ് ദ ഡൊമെയിൻ ആൻഡ് ദിസ് ഇസ് ദ കോഡൊമെയിൻ. ആൻഡ് നമ്മൾ ഏതൊക്കെ എലമെൻറ്റിലേക്കാണോ മാപ്പ് ചെയ്തത്, സോ അതെന്നാണ് നമ്മൾ റേഞ്ച് പറയുക. സോ ഇവിടെ റേഞ്ച് സെറ്റ് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 1 2 3 ആണ് വരിക അല്ലേ. കാരണം ഇവിടെയുള്ള കേട്ടോ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമെയിൻ്റെ സബ്സെറ്റാണ്. സോ ഇവിടെ ഈ പറഞ്ഞ 1 2 3ലേക്കാണ് മാപ്പിംഗ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി ദ റേഞ്ച്. ഓക്കെ, സോ നമ്മുടെ ഈ കോഡൊമെയിൻ ഇനി ഓൺ ടു ആവാനുള്ള കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ കോഡൊമെയിനിലുള്ള എല്ലാ എലമെൻറ്റിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുക. സോ ഇവിടെ നോക്കിയേ, കോഡൊമെയിനിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രീ ഇമേജ് ഉണ്ടോ? 1നും 2നും 3നും പ്രീ ഇമേജ് ഉണ്ട് അല്ലേ. പക്ഷേ 4ൻ്റെ കേസ് എന്താ? അതിലേക്ക് ആരെയും മാപ്പ് ചെയ്തിട്ടില്ല. സോ 4ന് പ്രീ ഇമേജ് ഇല്ല. സോ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി ഒന്ന് നോക്കി, ഇത് 1 1 ആൻഡ് ഓൺ ടു ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ആക്ച്വലി ഒരു എലമെൻറ്റും കൂടി വരണം അല്ലേ. ഒരു എലമെൻറ്റും കൂടി വന്നിട്ട് നമ്മൾ 4ലേക്ക് മാപ്പ് ചെയ്താൽ അത് 1 1 ആൻഡ് ഓൺ ടു എന്ന് പറയും. ഇനി ആ എലമെൻറ്റ് ഇല്ല എന്ന് കരുതിക്കോളൂ. ഇപ്പം ഞാൻ ഈ 1നെ തന്നെ ഈ 4ലേക്ക് മാപ്പ് ചെയ്യുകയാണെന്ന് കരുതിക്കോ. ഓക്കെ, നമുക്ക് ഓൺ ടുനെസ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 1 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ഞാൻ 4ലേക്കും കൂടെ മാപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഐദർ 1 അല്ലെങ്കിൽ 4 എന്നുള്ളൊരു കേസ് വന്നു അല്ലേ. എഫ് ഓഫ് 1ന് ഞാൻ 2 വാല്യൂസ് കൊടുക്കുകയാണ്. ഇത് ഫംഗ്ഷൻ ആവുമോ? ദിസ് വിൽ നോട്ട് ബി എ ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് പോസിബിൾ. പകരം ഞാനൊരു പുതിയ വാല്യൂവിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, 4 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഈ 4നെ ഞാൻ 4ലേക്ക് മാപ്പ് ചെയ്യാണ്. സോ നൗ ദിസ് സ്റ്റേസ് എ ഫംഗ്ഷൻ. കാരണം ഇവിടെയുള്ള എല്ലാ എലമെൻസിനും അപ്പുറത്തൊരു യുണീക്ക് ഇമേജ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. സോ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ. ആൻഡ് 4 എന്ന് പറയുന്നത് 4ലേക്ക് മാപ്പ് ചെയ്തതുകൊണ്ട് തിരിച്ചെനിക്ക് ഇൻവേഴ്സ് നോക്കുമ്പോൾ ഈ 4ന് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണാം അല്ലേ. സോ ഇത് ഓൺ ടു ആയെന്നും പറയാം. ഇനി ഇതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, നമുക്കിവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? 1 1 ആൻഡ് ഓൺ ടു ആവണ കേസിൽ, ഈ 1 1 ആൻഡ് ഓൺ ടു എന്നുള്ള കേസിൽ നമുക്ക് കാണാൻ പറ്റും എയിലെ നമ്പർ ഓഫ് എലമെൻസും ബിയിലെ നമ്പർ ഓഫ് എലമെൻസും ഈക്വൽ ആവുന്നുണ്ടല്ലേ. സോ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബേസിക്കായിട്ട്. സോ 1 1 ഫംഗ്ഷനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, ഒരു ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതേപോലെ ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ സർജക്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതേപോലെ 1 1 ആൻഡ് ഓൺ ടു ആവുന്ന ഫംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക? ബോത്ത് ഇഞ്ചക്ഷൻ ആൻഡ് സർജക്ഷൻ ആവുന്ന കേസിൽ നമ്മൾ അതിനെ ഒരു ബൈജക്ഷൻ എന്ന് വിളിക്കും അല്ലേ. ഒരു ബൈജക്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആവുന്ന കേസിൽ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോണത് കുറച്ച് ഡെഫിനീഷൻസ് ആണ് കേട്ടോ. ലെറ്റ്സ് സീ, ഗിവ് മീ എ മിനിറ്റ്. ഓക്കെ, നമ്മുടെ ഈ സെക്ഷൻ്റെ പേര് തന്നെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആയിരുന്നു. സോ അതിൻ്റെ ഡെഫിനീഷനാണ് നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. സോ ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ടെർമിനോളജിയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണേ. നിങ്ങളുടെ പാട്ടിലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1. സോ അതിനകത്ത് അതിനകത്ത് ഫസ്റ്റ് ഡെഫിനേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനേഷൻ 1.3.1 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അതിൽ 4 ഡെഫിനേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനേഷൻ വന്നിട്ട് ദി എംപ്റ്റി സെറ്റ്. നിങ്ങൾക്ക് എംപ്റ്റി സെറ്റ് എന്താണെന്നുള്ളത് അറിയാലോ. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയുക അല്ലേ. അതിനെപ്പോഴും 5 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ദി എംപ്റ്റി സെറ്റ് 5 ഈസ് സെറ്റ് ടു ഹാവ് 0 എലമെൻറ്റ്സ്. ഇതാണ് നിങ്ങളുടെ ഡെഫിനിഷനിലെ ഫസ്റ്റ് ഡെഫിനിഷൻ കേട്ടോ. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ പറയുന്നത്
if n belongs to capital N. ഈ ക്യാപിറ്റൽ N കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യു നോ ഇറ്റ് റൈറ്റ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് N വരിക. ഇഫ് എ സ്മോൾ n belongs to a capital N, a set S is said to have n elements if there exists a bijection. നമ്മൾ ബൈജെക്ഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 1 and on to function അല്ലേ. there exists a bijection from the set capital N suffix n. this is nothing but നമ്മൾ ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സഫിക്സ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ലിമിറ്റ് ചെയ്യാണ് ഈ സ്മോൾ n വരെയുള്ള വാല്യൂസ്. സോ സപ്പോസ് ഐ ടേക്ക് എ വാല്യൂ 10 എന്ന് കരുതിക്കോളും. ഈ 10 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ. സോ n10 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 1 തൊട്ട് 10 വരെയുള്ള വാല്യൂസിൻ്റെ കളക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ. സോ അങ്ങനെ ഒരു വാല്യൂ ഞാൻ എടുക്കുകയാണ്. സോ there exists a bijection from the set n on to S. ഇതെന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കാം കേട്ടോ. സോ ആൻഡ് സി തേർഡ് കാര്യം പറയുന്നത് a set S is said to be finite if it is either empty or it has n elements for some n in capital N. Okay, and ഇതിലെ ലാസ്റ്റ് ഡെഫിനിഷൻ a set S is said to be infinite if obviously it is not finite. ഫൈനൈറ്റ് അല്ലെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫൈനൈറ്റ് സെറ്റിനുള്ള ഡെഫിനേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ ഫൈനൈറ്റ് സെറ്റിനുള്ള ഡെഫിനേഷൻസ് പഠിച്ചിട്ട് സെറ്റ് ഫൈനൈറ്റ് അല്ലെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി നമുക്ക് തുടക്കം തൊട്ട് ഓരോന്നും നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ സെറ്റിനകത്ത് ഒന്നും ഇല്ലെങ്കിലാണ് നമ്മളതിനെ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. സോ ഇഫ് എ സെറ്റ് ഹാസ് 0 എലമെൻറ്റ്സ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എംപ്റ്റി സെറ്റ്. ആൻഡ് ആ എംപ്റ്റി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ ഫൈ എന്ന് പറഞ്ഞ ഗ്രീക്ക് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഡെഫിനേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. n എന്ന് പറഞ്ഞ ക്യാപിറ്റൽ N സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിന് നമ്മളൊരു സ്മോൾ n എന്ന് പറഞ്ഞ വാല്യൂവിനെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറഞ്ഞ ഒരു റാൻഡം സെറ്റിന് n എലമെൻറ്റ്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഫിനേഷനാണ് ഇവിടെ നമ്മൾ പറയാൻ പോണേ. സെറ്റ് എസ്സിന് n എലമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴാണ് പറയുക വെച്ചാൽ ദർ ഷുഡ് ബി എ ബൈജെക്ഷൻ ഫ്രം n ഓൺ ടു എസ്. ഓക്കെ, അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റിൽ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് എന്ന് പറയുന്നത് സ്മോൾ n ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റണം? ദർ ഷുഡ് എക്സിസ്റ്റ് എ ഫങ്ഷൻ വിച്ച് ഇസ് എ ബൈജെക്ഷൻ ഫ്രം n. ഈ n എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ നമ്പേഴ്സ് ഈ സ്മോൾ n വരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കേട്ടോ. ഒരു റെസ്ട്രിക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ എസ്സിലേക്ക് ഒരു ബൈജെക്ഷൻ കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എസ് എന്ന് പറഞ്ഞ സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 എലമെൻറ്റ്സ് ആണ് എസ്സിൽ എന്ന് എനിക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ദർ ഷുഡ് എക്സിസ്റ്റ് എ ബൈജെക്ഷൻ F1 ഫ്രം n10 അല്ലേ, n10 to
എസ്. അപ്പോഴേ നമുക്ക് എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, 10 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ബൈജക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 1 ആൻഡ് ഓൺ ടു ആവുന്ന കേസിൽ ഈ രണ്ട് സെറ്റിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ N10 എന്ന് പറയുന്നത് എപ്പോഴും 10 എലമെൻ്റ് ഉള്ള സെറ്റാണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിൽ 10 എലമെൻറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? N10ൽ നിന്ന് ബിയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? അതേപോലെ ഇപ്പം 10ന് പകരം ഇപ്പോൾ 5 ആണെന്ന് കരുതിക്കോളൂ. സോ N5ൽ നിന്ന് ബിയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ ബിയിൽ 5 എലമെൻറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് ബൈ ഡെഫിനേഷൻ കേട്ടോ. ഇനി ഒരു സെറ്റിനെ ഫൈനൈറ്റ് എന്ന് എപ്പോഴാണ് വിളിക്കുക എന്നുള്ളതാണ് സി എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ നമ്മൾ നോക്കുന്നത്. സോ ഒരു സെറ്റ് എസ് ഫൈനൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഫൈനൈറ്റ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഐദർ അത് എം ടി സെറ്റ് ആയിരിക്കണം, അതായത് 0 എലമെൻറ്റ്സ് ഉള്ള സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ n എലമെൻറ്റ്സ് ഉണ്ടാവണം. ഈ n എലമെൻറ്റ്സ് ഉണ്ടാവുന്ന കേസാണ് നമ്മൾ ബിയിൽ പറഞ്ഞത്. ക്യാപിറ്റൽ NNൽ നിന്ന് ആ സെറ്റിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ. നമുക്ക് എണ്ണാൻ പറ്റുന്ന അത്രയും എലമെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത്. സോ ഫൈനൈറ്റ് സെറ്റാണെന്ന് നമുക്ക് പറയാം. അതേപോലെ എം ടി സെറ്റ് ആണെങ്കിൽ അതിൽ 0 എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ അവിടെയും ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ ഈ രണ്ട് കേസസിലാണ് നമ്മളൊരു സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. സോ ഐദർ എം ടി സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടാവണം. ഓക്കെ അല്ലേ. ഇനി ഇത് രണ്ടും അല്ലാത്ത കേസിലാണ് നമ്മൾ ആ സെറ്റിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇതാണ് ഇതിലെ ഫസ്റ്റ് ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി ഈ ഡെഫിനേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫേർദർ ഈ സെക്ഷൻ്റെ ബാക്കി തിയറംസും സംഭവങ്ങളും ഒക്കെ പഠിക്കാൻ പോണത്. ഇതാണ് ഇതിൻ്റെ ബേസിക്സ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെക്ചർ. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. താങ്ക് യു.